മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മധുരാഗ് ബിൽഡിംഗ്, കണ്ണൂർ റോഡ്, ചകരകൽ. നീലേശ്വരം അഞ്ഞൂറ്റമ്പലം ശ്രീ വീരർക്കാവ് ക്ഷേത്രത്തിൽ നടന്ന വെടിക്കെട്ട് അപകടത്തിൽ രക്ഷാപ്രവർത്തകരായവരെ കണ്ണൂർ ആശ്രമിംസ് ആദരിച്ചു. നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെ 80ഓളം രക്ഷാപ്രവർത്തകരെയാണ് നീലേശ്വരം ഗോകുലം നളന്ദ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ആഗ്നേയം എന്ന ചടങ്ങിൽ വെച്ച് ആദരിച്ചത്. നീലേശ്വരം ഗോകുലം നളന്ദ ഓഡിറ്റോറിയത്തിൽ നടന്ന ആഗ്നേയം പരിപാടി ദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചാണ് തുടങ്ങിയത്. വെടിക്കെട്ട് അപകടത്തിൽ പരിക്കേറ്റ് അതിജീവിച്ചവരും ആരാണെന്ന് പോലും അറിയാതെ രക്ഷകരായി മാറിയവരും തമ്മിൽ കണ്ടുമുട്ടിയ വേദിയായി ആഗ്നേയം മാറി. വൻ പൊട്ടിത്തെറിയും അഗ്നിബാധയും സംഭവിച്ചിട്ടും മനോധൈര്യം കൈവിടാതെ രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയ നാട്ടുകാരുടെയും പാതിരാത്രിയായിട്ടും അപകടം സംഭവിച്ച നിമിഷ നേരങ്ങൾക്കുള്ളിൽ എത്തിച്ചേർന്ന ആംബുലൻസ് ഡ്രൈവർമാരുടെയും ഒരുമിച്ച് ചേർന്നുള്ള രക്ഷാപ്രവർത്തനമാണ് അപകടത്തിന്റെ വ്യാപ്തി കുറയ്ക്കുവാൻ സഹായകരമായത്. ഈ ദൗത്യത്തിന് നേതൃത്വം നൽകിയവർ സമൂഹത്തിന് മാതൃകയും അഭിമാനവുമാണെന്ന് ആശ്രമം CEO ഡോക്ടർ അനൂപ് നമ്പ്യാർ പറഞ്ഞു. 30+ ആൾക്കാർ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു. അത് ഞങ്ങൾക്കും അവിടെയുണ്ട് കുറേ സൂപ്പർ ഹീറോസ്. ഞങ്ങൾ ഹോസ്പിറ്റലിലുണ്ട് ഹാൻഡ്ലിംഗ് തിങ്സ്. നേരത്തെ ഡോക്ടർ ജിനേഷാണ് ഫ്രം ദ നമ്മളെ എമർജൻസി അല്ലെങ്കിൽ ഇടിയുന്നു മുതൽ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻവോൾവ്. അതായത് ഈ ആൾക്കാരെ രക്ഷിക്കാനും ട്രീറ്റ്മെന്റ് ചെയ്യാനും നോക്കാനും വേണ്ടി. സോ സഡൻലി ഒരു നാട് മൊത്തം ഒരു സൂപ്പർ ഹീറോസിന്റെ നാടായിട്ട് മാറും. ബിഗ് സല്യൂട്ട് ടു യു ഓൾ. നാട്ടുകാരും ആംബുലൻസ് ഡ്രൈവർമാരും ഉൾപ്പെടെ 80ഓളം രക്ഷാപ്രവർത്തകരാണ് കണ്ണൂർ ആശ്രമം സംഘടിപ്പിച്ച ആഗ്നേയം എന്ന അനുമോദന സദസ്സിൽ എത്തിച്ചേർന്നത്. അതിജീവിച്ചവരും രക്ഷകരായവരും അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചു. അവരെ പൊക്കിയെടുത്തു. അവരെ ഞാൻ ശ്രീജിത്തിനെ ഏൽപ്പിച്ചു. ശ്രീജിത്ത് വെളിയിൽ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ വീണ്ടും അകത്തോട്ട് പോയിട്ട് അതിനകത്തുണ്ടായിരുന്ന ആരാ അറിയില്ല. അത് ലേഡി അവരെ പൊക്കി. ഒന്നും പേടിക്കാൻ പറ്റാത്ത വിധത്തിലായിരുന്നു മനസ്സും. ഞാൻ പട്ടാളത്തിലുണ്ടായതുകൊണ്ട് കുറച്ച് ധൈര്യം വന്നാൽ മാത്രം തിരിച്ചറിയാത്ത വീണ്ടും പോയത്. അന്നേരം കുറെ ചെറുപ്പക്കാരൊക്കെ സഹായിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാരെ എടുത്തിട്ട് ആരും അങ്ങോട്ടും അറിയുന്ന ആൾക്കാരായിരുന്നില്ല. നീലേശ്വരത്ത് സംഭവിച്ചതുപോലെ പൊള്ളലിനും കൂടുതൽ പേർ അപകടത്തിൽപ്പെടുന്നതിനും സാധ്യതയുള്ള സാഹചര്യങ്ങളിൽ ശാസ്ത്രീയമായ രക്ഷാപ്രവർത്തനം നടത്തേണ്ടത് എങ്ങനെയെന്നതിനെക്കുറിച്ച് ആശ്രമിംസ് എമർജൻസി വിഭാഗം മേധാവി ഡോക്ടർ ജിനേഷ് വീട്ടിലകത്ത് വിശദീകരിച്ചു. പൊള്ളലേറ്റാൽ നിർവഹിക്കേണ്ട പ്രാഥമിക ചികിത്സാ രീതികളെക്കുറിച്ച് ക്രിട്ടിക്കൽ കെയർ വിഭാഗം മേധാവി ഡോക്ടർ റിനോയ് ചന്ദ്രൻ, പ്ലാസ്റ്റിക് സർജറി വിഭാഗം ഡോക്ടർ നിബു കുട്ടപ്പൻ, ഡോക്ടർ അർജുൻ ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ നിർദ്ദേശങ്ങൾ നൽകി. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ. അഹല്യയ്ക്ക് 30 വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയുമുണ്ട്. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ.